അത് ബാബുവാ. ഇടവേള ചാഷൊക്കെ ഉള്ളിലായിരിക്കും. Yeah, that's it. രാമായണക്കാറ്റ് അതാ. കേൾക്കുന്നില്ല, ഞാൻ പുറത്തു Soundtrack. പറയശ്ശതി. ജയറാ സാർ, ഏത്? ഒരു മിനിറ്റ്. എന്താ? മാത്തുക്കുട്ടി എന്ന് പറയും, ജർമ്മനി. ഓ, ലാൽ സാറിനെ കാണാൻ വന്നതാ. ലാൽ സാർ എന്ന് പറയുമ്പോ നമ്മുടെ മോഹൻലാൽ സാർ. മനസ്സിലായി. ലാല് രണ്ടെണ്ണല്ലോ ഇപ്പൊ. ഓ, ബാബു ഒന്ന് വന്നേ. ഇവര് മോഹൻലാലിനെ കാണാൻ ജർമ്മനിയിൽ നിന്ന് വന്നവരാണ്. ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ? ജർമ്മനിന്ന് മാത്തുക്കുട്ടിയാന്ന് പറഞ്ഞാൽ മതി. വരുന്ന വിവരം ആന്റണി പെരുമ്പാവൂർ സാർ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. Come on girls, get ready. ഇവിടെ നിന്നാ മതി, ഞാൻ വിളിച്ചോണ്ട് വരാം. Ready position. പറയശ്ശതി. സാർ ഒരു ഫോട്ടോ എടുത്തോ. ഇല്ലില്ല, റിഹേഴ്സൽ ക്യാമ്പ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. മനസ്സിലായി? വേണ്ടെങ്കിൽ വേണ്ട. കണ്ണനും ചെക്കി എവിടെ? എന്നാ അല്ല, പഠിക്കാനേ വിളിക്കണ്ട. ഞാൻ നിൽക്കുന്ന ആളാ. ഹലോ സാറേ, പെരുമ്പാവൂർ സാർ പറഞ്ഞ ഞാൻ മാത്തുക്കുട്ടി. ഇവര് നാട്ടിലുള്ള ഫ്രണ്ട്സാ. ഇത് അമ്പാൻ. ഹലോ ഹലോ. ഇത് സോളം. അയ്യോ, കാണുന്ന തടിയൊക്കെ ഉള്ളൂ. ആള് കൊച്ചു ചേർക്കനാ. അതുകൊണ്ടെന്താ? തടി കൊണ്ടെന്താ കുഴപ്പം? നല്ല തടിയെന്നല്ലേ പറയാറ്, ചീത്ത തടിയെന്ന് ആരും പറയാറില്ലല്ലോ. കമാൺ, അങ്ങോട്ടിരിക്കാം. Ready 5, 6, 7, go. Soundtrack. ബാബു 7 പ്രോഗ്രാം എന്നാണ് പറഞ്ഞിരുന്നത്. അതിപ്പോ 8 ആവുമോ? ഡേറ്റ് ഒക്കെ കൊഴയേ. 24th എനിക്ക് ഷാർജ എത്തിയേ പറ്റൂ. ഏയ്, ലാലേട്ടൻ പറഞ്ഞിട്ട് ഞാൻ സ്പോൺസർ സൈമിനെ വിളിച്ചിരുന്നു. അയാൾ ഇവന്മാർക്ക് പ്രോഗ്രാം ഒന്നും കൊടുക്കാൻ പോണില്ല. മാത്തുക്കുട്ടി, ജർമ്മനിയിലെ ഞങ്ങളുടെ ഈ ഷോയ്ക്ക് ഒരു സ്പോൺസറാണുള്ളത്. ഫ്രാങ്ക്ഫർട്ടിലെ ഒരു സൈമൺ ജോൺ, അറിയാലോ. അപ്പോൾ അയാൾ പറഞ്ഞതനുസരിച്ച് 7 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഈ ഷോ ചെയ്യുന്നത്. ഞാൻ വരാം. അതനുസരിച്ചാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ ഡേറ്റ്സ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്കോ എന്റെ കൂടെയുള്ള ആൾക്കാർക്കോ സൈമൺ ജോണിനോട് പോയി ഇനി ഒരു സ്ഥലത്തൂടെ ഷോ വെക്കാൻ പറയാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾ സൈമൺ ജോണുമായിട്ട് സംസാരിച്ച് ഒരു ധാരണ എത്തണം. ഓക്കെ ഓക്കെ സാറേ, ഞങ്ങളുടെ കാര്യം ഒന്ന് പറയാം. സാർ ഒന്ന് കേൾക്കണം. ശരി, പറയൂ. ഞങ്ങളെന്ന് പറയുമ്പോ ഡുസിൽഡ്രോഫിനടുത്ത് മെറ്റ്മാൻ എന്ന് പറയും. അവിടെ ചുറ്റുവട്ടത്തായിട്ട് ഞങ്ങൾ ഒരു 10-25 കുടുംബങ്ങളുണ്ട്. ഒട്ടുമുക്കാൽ പേരും പത്തനംതിട്ട ജില്ലക്കാരാ. സാറിന്റെ മദർ ഹൗസിന്റെയും നമ്മുടെ ക്യാപ്റ്റൻ രാജുചേട്ടന്റെ ഒക്കെ ഏരിയ കഴിഞ്ഞ് അങ്ങ് പോണം. ശരിക്കും പറഞ്ഞ പ്ലാങ്കമൺ. ജർമ്മനിയിൽ ഇപ്പൊ 10-25 കൊല്ലമായിട്ടുള്ള ഞങ്ങളുടെ സംഘടനയുടെ 25ാം വാർഷികമാ വരുന്നേ, സിൽവർ ജൂബിലി. സാറിന്റെയും കമ്പനിക്കാരുടെയും പരിപാടി ഞങ്ങൾക്ക് തരാമെന്ന് ഈ സൈമൻ അച്ചായൻ ഏറ്റിരുന്നതാ ജൂബിലിക്ക്. ഇപ്പൊ എന്നാ പറ്റി? പുള്ളിക്കാരൻ പാലം അങ്ങ് വലിച്ചു. എന്നാ ചെയ്യുന്നു പറഞ്ഞു. സത്യം എന്നാന്ന് വെച്ചാ സംഗതി അവിടെ ഉള്ളവരുടെ ഇടയിലെ പൊളിറ്റിക്സാ. ഇനിയിപ്പം സാറ് വിചാരിച്ചാലേ രക്ഷയുള്ളൂ. സാറിന്റെ ഒരു വാക്ക്. സാർ ആ ഫോൺ എടുത്തും വെച്ച ഒരു വിളി, എടാവേ സൈമനെ, ആ മെറ്റ്മാനും കൊണ്ടൊരു ഷോയിങ് വെച്ചേക്ക്. എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം പോയി. ഏതാ? നോക്കൂ മാത്തുക്കുട്ടി, പറഞ്ഞോട്ടെ സാറേ. സമയം കുറച്ചേ ഉള്ളൂ. അകത്ത് റിഹേഴ്സൽ നടക്കുകയാണ്. അവരൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറയാം. സൈമൺ വിചാരിച്ചാലേ ഇത് നടക്കുള്ളൂ. ഇക്കാര്യത്തിൽ അയാളെ നിർബന്ധിക്കാൻ എനിക്ക് പറ്റില്ല. ഐ ആം സോ സോറി. അപ്പൊ അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. ചുമ്മാ സാറിന് സമയം കളയുന്നേ. അല്ല, എന്നാ പിന്നെ ഞാൻ ഞങ്ങളുടെ പ്രസിഡന്റിനെ വിളിച്ചങ്ങ് പറഞ്ഞേക്കാം. സൈമൻ അച്ചാനെ ഒന്നുകൂടെ കോണ്ടാക്ട്. അയാൾ പറഞ്ഞാൽ ഞങ്ങള് വേറെ സ്ഥലത്തെ ഷോയോ മറ്റോ ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ സ്ഥലത്ത് ചെയ്ത് തരാം. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയാട്ടെ. ഏതായാലും സാറിനെ നേരിട്ടൊന്ന് കാണാനൊത്തല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഞാൻ വലിയ ഫാനാ കേട്ടോ. ആയിക്കോട്ടെ. ഈ സ്പടികം പോലത്തെ പടമൊക്കെ നല്ല ഇതായിരുന്നു. മുണ്ടുപറിച്ചടിയും ആട്ടിന്റെ ചോരകുടിയൊക്കെ നല്ല ചോറായിരുന്നു. ഇപ്പൊ ആ സൈസ് ഒന്നും ഇറക്കുന്നില്ലയോ? അതൊക്കെ സംവിധായകരല്ലേ തീരുമാനിക്കണ്ടേ. അപ്പൊ ടാങ്കേ അയ്യോ, ജർമ്മനൊക്കെ അറിയാം. സാർ മറന്നൊന്നും പറയരുത്. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഓ, എടുത്തോളൂ. സോളമാ, നീ കൂടെ നിന്നടാ. എന്നാ പിന്നെ ഞാനും കൂടെ നിന്നേക്കാം. റെഡി സാർ? ഒന്നുകൂടെ എടുത്തോ. താങ്ക് യു സാർ. ഓക്കെ. അയ്യോ, Yeah, get ready. Once again. ആരല്ലേ അത്? ജർമ്മനിന്നാ. ഓ, മാത്തുക്കുട്ടി എന്ന് പറയും. നിനക്ക് വേണോ? എനിക്ക് വേണ്ട. വേണ്ട. ഞാൻ ലെഫ്റ്റിലായിരുന്നു. എന്താ പറ? ഞാനിവിടെ ലാലിന്റെ ഷോയുടെ റിഹേഴ്സൽ സ്ഥലത്ത് ചുമ്മാ വന്നത്. ഇറങ്ങിട്ട് വിളിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നേരെ ലൊക്കേഷനിലേക്ക് വാ. ഓക്കെ. Hi, Mamuka.
നമസ്കാരം. ഇത് ഞാനൊന്ന് മുട്ടി നോക്കിയാലോ? എന്നാ മതി കുട്ടി? ഓ, മുടിഞ്ഞ ജാടയാന്നാ പറയുന്നേ. നമുക്ക് അങ്ങ് പോയേക്കോന്നേ. ഇനിയിപ്പോ പ്രസിഡന്റിനോട് എന്നാ പറയുമെന്നാ.